അമ്മയ്ക്ക് എന്തെങ്കിലും പറയണോ, അമ്മയ്ക്ക് ഇങ്ങനെ സ്റ്റേജിലെന്ന് പറയാനൊക്കെ പേടിയാണ്, എന്നാലും എന്തെങ്കിലും പറയും. എല്ലാവരും മടുക്കും. എൻ്റെ അമ്മ മേബി ഒരു 2016 വരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയില്ലേ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് വീട്ടിൽ കയറുന്നത് ബുദ്ധിമുട്ടായി. അത്രയും യാത്ര ഇഷ്ടപ്പെട്ട്, യാത്ര ആഗ്രഹിച്ച്, യാത്രയോടൊപ്പം ജീവിച്ച് ഇന്ന് എവിടെ എത്തി. ഇപ്പം എങ്ങനെയെങ്കിലും അമ്മയ്ക്കൊന്ന് വയസ്സായി തുടങ്ങി. നമുക്ക് എല്ലാവരും നനച്ച് കുറച്ച് കാലം കൂടെ ഉള്ളൂ. ഉള്ള കാലം നല്ല ഭംഗിയായി ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നുള്ള പാറ്റേണിലേക്ക് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കും. അതിന് ചിലപ്പോൾ മക്കൾ തീരുമാനമെടുത്താലും ചിലപ്പോൾ എൻ്റെ പോലെയുള്ള അമ്മമാർ സമ്മതിക്കില്ല. അവർ പറയും, നേരത്തെ അച്ഛൻ പറഞ്ഞത് എനിക്ക് മുട്ടുവേദനയുണ്ട്, എനിക്കിപ്പം പോകാൻ ആഗ്രഹമില്ല. നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചിട്ട് പോകാമെന്നൊക്കെ പറയും. എൻ്റെ അമ്മ അത് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് കാരണം ഞാൻ പറഞ്ഞത് ഒരു നുണ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയോടൊപ്പം ആദ്യം യാത്ര പറഞ്ഞത്. അതൊരു ബോംബെ യാത്രയാണ് പോയത്. അത് അന്ന് ആക്ച്വലി ഒരു നുണ പറഞ്ഞാണ് നമുക്കൊരു 2 ദിവസത്തെ ട്രിപ്പ് പോയിട്ട് വരാം, പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞു വന്നാൽ അന്നും അമ്മയ്ക്ക് ഈ ബാക്ക് പെയിന്, ഈ കാലുവേദന, മുട്ടുവേദന എല്ലാം കിട്ടാം. പക്ഷെ ഞാൻ ഒരു എന്താ പറയുക, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഒരു നുണ പറയണമെന്ന് തെറ്റില്ല. ചെറിയ നുണയില്ല, എല്ലാം വലിയ നുണ പറയുന്നില്ല, വലിയ നുണ. അപ്പം അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ എല്ലാ സ്ഥലങ്ങളും ഞാൻ ഈ സമയത്ത് പോയി കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു യാത്ര ആഗ്രഹമുള്ള ആൾക്കാർ ഇനി അത് പിന്നീടേക്ക് വയ്ക്കരുത്. ഞാനിവിടെ എൻ്റെ മുമ്പിൽ കുറച്ച് ക്യാരൻസിനെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ നാളെ തൊട്ട് നമ്മളൊരു സ്ഥലം മനസ്സിലാലോചിച്ച് അത് നിങ്ങൾ പോകണം. ആ ആഗ്രഹങ്ങളൊന്നും മാറ്റി വയ്ക്കരുത്. മാറ്റി വെച്ചാൽ പിന്നീടേക്ക് നടക്കില്ല. അപ്പോൾ ഇങ്ങനൊരു ചിൽഡ്രൻസ് ഡേയിൽ നിങ്ങളുടെ മുമ്പിലൂടെ വന്ന് ഈ കുട്ടികളെയൊക്കെ കാണാൻ പറ്റുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറയണോ, അമ്മയ്ക്ക് ഇങ്ങനെ സ്റ്റേജിലെന്ന് പറയാനൊക്കെ പേടിയാണ്, എന്നാലും എന്തെങ്കിലും പറയും. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഞാൻ ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗ്രാൻഡ് പാരൻസ് ഡേയിലേക്ക് ഞാൻ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിക്കാറില്ല. അമ്മ എപ്പോഴും ചിൽഡ്രൻസ് ഡേ മാത്രം ആഘോഷിക്കുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ടോ